കറൻ്റ്ലി ഇന്ത്യയിൽ 2 ഇൻ്റർനാഷണൽ സ്കാംസ് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പലർക്കും ഇത് അറിയില്ല, അത് സ്കാമാണെന്നുള്ളത്. നമ്മൾ പലരും ഇതുകൊണ്ട് പൈസ ഇട്ട് പോയിട്ടുണ്ടാവും, പൈസ പോയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ്സ് അടി കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. കറൻ്റ്ലി 2 സ്കാംസ് ഇന്ത്യയിൽ നല്ല രീതിയിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് വന്നത് ക്രിപ്റ്റോ സ്കാമാണ്, മറ്റേത് ട്രേഡിംഗ് സ്കാം. ആദ്യം നമുക്ക് ക്രിപ്റ്റോ സ്കാം എന്താണെന്ന് നോക്കാം. ക്രിപ്റ്റോ സ്കാം എന്ന് പറയുമ്പോൾ ഒരു ക്രിപ്റ്റോയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ യൂസ് ചെയ്ത് ഗെയിം കളിക്കാം, ഗാമ്പിൾ ചെയ്യാം, ബെറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ബെറ്റ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഗെയിം വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി റിട്ടേൺ ആയിട്ട് കിട്ടും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് വിശ്വസിച്ച് കുറേ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് അതിൽ കൊണ്ടുപോയി ഫണ്ട് ഇടുന്നുണ്ട്, അതിൽ ഫണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്കാമാണ്. പക്ഷേ ഇവർ ലീഗലായിട്ടാണ് ഈ സ്കാം ചെയ്യുന്നത്. ലീഗലായിട്ടെന്ന് പറയുമ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. നമ്മൾ ഈ ഇങ്ങനത്തെ ഇതിൽ ഇടുന്ന ഫണ്ട് പോകുന്നത് ഇന്ത്യക്ക് ഔട്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇതിലൊന്ന് പോയി ഫണ്ട് ഇടാതെ ഇരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറുന്നു, അവരൊരു വാലറ്റ് ഉണ്ട്, ക്രിപ്റ്റോ വാലറ്റ്, അതിൽ ഫണ്ട് ഇടുന്നു. ആ ഫണ്ട് വെച്ച് നമുക്ക് ആ ഗെയിം കളിക്കാം. ജയിച്ച് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞൊരു ഗാംബ്ലിംഗ് ആണ്. ഇത് റിഗ്ഡ് ഗെയിമാണ്. അവർ മാത്തമാറ്റിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ആ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെറിയ വിന്നിങ് കിട്ടിയാൽ നമ്മളതിലൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഹ്യൂജ് ലോസ് ആയിരിക്കും വരാൻ പോകും. സോ ഇത് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡാറ്റ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ 99% ആർക്കും ഇതിൽ നിന്ന് ലോസാണ് വരുന്നത്. 1% ആളുകൾക്കൊക്കെയാണ് ഇതിന് പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ അതും ആ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവർ ആ അക്കൗണ്ട് ബ്ലോക്ക് ആക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ആ എമൗണ്ട് ഫ്രീസ് ചെയ്യുകയോ ചെയ്യും. സോ ഇത് ഒരു ഇൻ്റർനാഷണൽ അല്ല. നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താലും ഫ്രീസ് ചെയ്താലും നമുക്ക് ഒരു സ്ഥലത്തും നമ്മുടെ ഇന്ത്യൻ റെഗുലേറ്റർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്തോ ഒരു വിധേനയും നമുക്ക് ആ ഫണ്ട് കിട്ടാൻ നിവൃത്തിയില്ല. ഇത് ഇൻ്റർനാഷണൽ ആണ്. നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് തന്നെ. അതാണ് ഒന്നാമത്തെ സ്കാമിൽ. രണ്ടാമത്തെ സ്കാം എന്ന് വെച്ചാൽ ട്രേഡിംഗ് സ്കാമാണ്. അതായത് നമ്മളൊരു $50 കൊടുത്തു കഴിയുമ്പോൾ ഇവർ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് തരും. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചിലപ്പോൾ $5,000 അല്ലെങ്കിൽ $6,000 ഒക്കെ ഉണ്ടാവും. ഈ എമൗണ്ട് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമുക്ക് തരുന്ന ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡെമോ അക്കൗണ്ടാണ്. ഇതിൽ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്സോ കമ്പനി അല്ലെ അങ്ങനത്തെ സ്റ്റോക്സോ ഒന്നുമല്ല. ഇവർ മെയിനായിട്ട് നോക്കുന്നത് ഫോറക്സും അതുപോലെ ഗോൾഡ് സിൽവറൊക്കെയാണ്. സോ ഇവർ നമുക്ക് തരുന്ന അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് ഇവർക്ക് തന്നെ അങ്ങനെ ലോസ് വരില്ല. നമ്മൾക്ക് ഇപ്പോൾ $5,000 നമ്മൾ ആലോചിക്കും, നമ്മൾ $50 കൊടുക്കുമ്പോൾ നമുക്ക് $5,000 ഒരു അക്കൗണ്ടാണല്ലോ കിട്ടുന്നത്. $5,000 എന്ന് പറഞ്ഞാൽ റിയൽ ഡോളർ അല്ല, അത് അവരുടെ ഡെമോ അക്കൗണ്ടിൽ ഡോളറാണ്. ഇനി ഈ സ്കാം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഈ $5,000 അക്കൗണ്ട് തരുമ്പോൾ അവർ കുറേ കണ്ടീഷൻസ് പറയും. ഇന്ന കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നു പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സിമ്പിൾ അല്ലേ, കണ്ടീഷൻ വലിയ കുഴപ്പമായിട്ട് തോന്നില്ല ആദ്യമേ. പക്ഷെ നമ്മുടെ സൈക്കോളജിക്കലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അത് എളുപ്പമായിട്ട് തോന്നും. നമ്മൾ ഫണ്ട് കൊടുക്കുമ്പോൾ അക്കൗണ്ട് മേടിക്കും, എന്നിട്ട് അതിൽ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്ന കണ്ടീഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഇതിൽ കുറേ ഹിഡൻ ടാക്ടിക്കൽ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ അക്കൗണ്ട് ബാൻ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. സോ ഇവർ ഇതിൽ നിന്ന് എങ്ങനെ ഫണ്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വരുന്ന 99 ആൾക്കാരും $50 അല്ലെങ്കിൽ $100 രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ടാണ് ഈ അക്കൗണ്ടിൽ കയറുന്നത്. സോ അവിടെ ഒരു ഹ്യൂജ് പൂൾ ഓഫ് എമൗണ്ട് വന്നിട്ടുണ്ട്. ഈ പൂൾ ഓഫ് എമൗണ്ടിൽ നിന്ന് 1-2 പേർക്ക് ഇവർ ഇടയ്ക്ക് ഫണ്ട് കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിയൽ ആണെന്നുള്ള ന്യൂസ് പുറത്ത് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടൈം അല്ലെങ്കിൽ ഒരു ഇയർ എൻഡ് എടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ലോസ് ആയിരിക്കും. കാരണം ഇവർ എന്തിനു കാരണം പറഞ്ഞ് ഞങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ പ്രോഫിറ്റ് അവർ ഫ്രീസ് ചെയ്ത് വയ്ക്കും. സോ ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. പക്ഷെ നമ്മൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് കാണാം. ഈ ക്രിപ്റ്റോയുടെ ഗെയിമിങ്ങിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ട്രേഡിങ്ങിൻ്റെ ആയിക്കോട്ടെ, ഇവർ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് എന്തിനാണ് ഇവർ ഇങ്ങനെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടണമെന്ന്. ഇവരുടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ അഫിലിയേഷൻ പ്രോഗ്രാമിംഗ് ഉണ്ട്. അഫിലിയേഷൻ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയില്ല, ഞാൻ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട്, ഇപ്പോൾ കാണാം. ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ലിങ്ക് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അവരുടെ ചാനൽ വീഡിയോയുടെ അടിയിൽ കൊടുക്കും. ഈ ലിങ്ക് വഴി ആരെങ്കിലും ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ യൂട്യൂബേഴ്സിനും അതിൽ നിന്ന് ലാഭം കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ കിട്ടും. മര്യാദയ്ക്ക് റിസർച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ. മറിച്ച് നിങ്ങൾ യൂട്യൂബിലാണ് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള വീഡിയോസാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരുടെ ലിങ്ക് അല്ലെങ്കിൽ ഇവരുടെ ഏജൻസ് ആയിരിക്കും. അപ്പോൾ ഈ ലിങ്ക് വഴി നിങ്ങൾ അവരുടെ അക്കൗണ്ടിൽ ത്രൂ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലെത്തി അവരുടെ ട്രേഡിങ്ങിൻ്റെ ഇത് വിശ്വസിച്ച് നിങ്ങളത് ഇറങ്ങുകയാണെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്കും ഇത്ര ശതമാനം കമ്മീഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്നത് നല്ലതാണ്, എല്ലാവരും ഇതിനെപ്പറ്റി നല്ലതാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഇത് യൂസ് ചെയ്ത് ഫണ്ട് ഉണ്ടാക്കണം.
സോ ദയവ് ചെയ്ത് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പോയി ചാടാണ്ടിരിക്കുക. സ്കാംസ് പല രീതിയിൽ വരും. ഇപ്പോൾ ഈ വന്ന 2 സ്കാംസിന് നമുക്ക് ഒരിക്കലും സ്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ ഫണ്ട് തട്ടണ സ്കാം എന്ന് പറയും. അതായത് നമ്മുടെ OTP എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഫണ്ട് എടുക്കുന്നതിനാണ് സ്കാം എന്ന് പറയുക. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ സൈക്കോളജിക്കലി പറ്റിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇവർ നമ്മളെ പൈസ അടിച്ച് മാറ്റല്ല, നമ്മൾ അറിഞ്ഞ് അവർക്ക് കൊടുക്കുകയാണ്. അതായത് ഇവർ പറഞ്ഞ കണ്ടീഷൻസ് നമുക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണില്ല 99% ആളുകൾക്കും ഇതിന് ലോസേ വരുള്ളൂ. ഇതിലും കൂടുതൽ ലക്ക് നിങ്ങൾക്ക് ലോട്ടറി എടുത്താൽ ചിലപ്പോൾ അടിക്കാം. ഇപ്പോൾ കേരള ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാം. സോ ഇങ്ങനത്തെ ഓൺലൈനായിട്ടുള്ള ഇതിലൊന്നും പോയി ചാടാണ്ടിരിക്കുക. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ റൺ ചെയ്യുന്നത് പാകിസ്ഥാൻകാരോ അല്ലെങ്കിൽ ചൈനക്കാരോ അങ്ങനെ ഔട്ട് ഓഫ് ഇന്ത്യയിലുള്ള ആൾക്കാരെയും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഉണ്ട് ഹൈടെക് ആയിട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ ഉണ്ടാവും. പക്ഷേ കൂടുതലും വരുന്നത് നമ്മുടെ ഈ നൈബറിങ് കൺട്രീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഈ പറഞ്ഞ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ. സോ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പോയി ചാടാണ്ടിരിക്കുക. ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും യൂട്യൂബിൽ പോയി അതിനെപ്പറ്റി സെർച്ച് ചെയ്യരുത്. യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന 1-2 ക്രിയേറ്റേഴ്സാണ് ഇതിന് റിയലായിട്ട് വരുള്ളൂ. കാരണം ഞാൻ ഇതിന് പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല, ഞാൻ യൂട്യൂബിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം പോയി കണ്ട് മനസ്സിലാക്കി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബേസിക്കായിട്ട് ഗൂഗിളിൽ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്. ഇതിൽ പോയിട്ട് നിങ്ങൾ ഇതിന് ഈ പറഞ്ഞ കമ്പനിയുടെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനെപ്പറ്റി അറിയാം. എന്നിട്ട് മാത്രം ഈ പറഞ്ഞ സ്കാം ആണെന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം ഇങ്ങനത്തെ സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രേഡിങ്ങിലോ പോയി ഫണ്ട് ഇടാം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ക്രിപ്റ്റോയുടെ സ്കാമിങ് കേരളത്തിൽ അധികം എത്തിയിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ട്രേഡിങ് അക്കൗണ്ട് മേടിച്ച് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണ സ്കാമാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളൂ. സോ അധികം വൈകാതെ മറ്റേ ക്രിപ്റ്റോയുടെ എത്തും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കൂട്ടുകാർ ഇതിൽ ചാടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എൻ്റെ തന്നെ ഒരു കൂട്ടുകാരൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർ ഇതുപോലെ ഇതിലിറങ്ങി മണ്ടത്തരം പറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി വീഡിയോയുടെ കീഴിൽ കമൻ്റ് ഇട്ടിടുക. സോ അപ്പോൾ ഈ വീഡിയോ കാണാൻ ബാക്കിയുള്ളവർക്കും ഇതൊരു സ്കാമാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സ്കാമാണെന്നുള്ളത് ഉറപ്പാണ്. എന്നാലും അവർക്ക് ഒന്നുകൂടി ഒന്ന് അഷ്യൂർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ സ്കാമിൽ പോയി പെടാതിരിക്കുക. ഇങ്ങനെ ഇന്ത്യയിലുള്ള ഫണ്ട് പുറം രാജ്യത്തേക്ക് വെറുതെ കൊടുക്കാണ്ടിരിക്കുക. അല്ലാണ്ട് നമ്മൾ മോശം അവസ്ഥയിലൂടെ പോകുന്നത്. അപ്പോൾ ഉള്ള ഫണ്ടും കൂടി ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക് ഒഴുക്കാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. ഇങ്ങനത്തെ ഫ്യൂച്ചറിലുള്ള സ്കാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ ചാനൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് മെയിൻലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചാനലാണ്. എന്നാലും ഇങ്ങനെ ഇൻഫോർമേറ്റീവായിട്ടുള്ള AI വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെക്നിക്കൽ നോളജിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും.